ഗംഗേ മോളെ ഗംഗേ ഇവിടെ ചത്തില്ലേ? ഗംഗേ 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 മഹി, എന്താ ഗംഗയ്ക്ക് പറ്റിയത്? എന്താ ഗംഗേ? ഷോക്ക് അടിച്ചതാ. ഷോക്ക് അടിക്കാനോ? എങ്ങനെ? അറിയില്ല. ഷോക്ക് അടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. മഹി, അടുക്കളയില് ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും ഉണ്ടാവും. നമുക്കത് പിന്നെ ചെക്ക് ചെയ്യാം. ആദ്യം ഗംഗ റെസ്റ്റ് എടുക്കട്ടെ. വേണ്ട, ഹോസ്പിറ്റലിൽ പോവാം. ഷോക്ക് അടിച്ചാൽ ആദ്യം ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യണം. കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഗംഗ ഇത്ര നേരം ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അത് ഞാൻ വീണപ്പോൾ ബോധം പോയതായിരിക്കും. ഹോസ്പിറ്റലിലൊന്നും പോകണ്ട മഹേട്ടാ. കുറച്ചേരം കിടക്കുമ്പോൾ ശരിയായിക്കോളും. ഞാൻ ശരിക്കും പേടിച്ചു ഗംഗെ. ഇപ്പൊ ഗംഗയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോളു. മഹി, ഗംഗയും മുറി കൊണ്ടേ കിടത്ത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. അത് ശരിയാ മഹേട്ടാ, അങ്ങനെ മതി. ശരി. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയില്ല. എഴുന്നേറ്റ് കുറച്ച് വെള്ളം കുടിക്കേ. അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട മഹേട്ടാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഷോക്ക് ഏറ്റതാണ്. ഉള്ളിൽ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് അറിയാനാവാത്ത എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ? ഹോസ്പിറ്റലൊന്ന് പോയി ചെക്ക് ചെയ്യുന്നത് നല്ലതല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നും തോന്നില്ല മഹേട്ടാ. കൃത്യസമയത്ത് മഹേട്ടനെത്തി എന്നെ രക്ഷിച്ചില്ലേ? ഗംഗ കുറച്ച് നേരത്തെ കിടന്നു. ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. മാളു, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഗംഗ വിശ്രമിക്കട്ടെ. ഞാൻ ഗംഗയുടെ അടുത്തിരുന്നോളാം അച്ഛാ. ശരി, എന്നാ മാളു ഗംഗയ്ക്ക് കൂട്ടിരുന്നോ? ഞാൻ പേടിച്ചു പോയി ഗംഗേ.
ശരിക്കും പേടിച്ചു പോയി. ഉമ്മ. മാളു പേടിക്കണ്ട. എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. മാളു എന്റെ കൂടെ ഇവിടെ കിടന്നോ. ഞാൻ എന്റെ മാളുവിനെ വിട്ട് എവിടെയും പോയില്ല. എപ്പോഴും കൂടെ ഉണ്ടാവും. എനിക്ക് എന്ത് പറ്റിയാലും രക്ഷിക്കാൻ മഹേട്ടനുണ്ടല്ലോ. നമ്മൾ 3 പേരും ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കും. ഗംഗ എന്റെ അമ്മയാ. എന്തൊരു ആയുസ് അവക്ക്. ഷോക്ക് അടിച്ചാലും ചാകാത്ത മനുഷ്യരുണ്ടോ? അവളെ കല്ലി വെച്ച് ചതച്ചാലും ചാവില്ലെന്ന് തോന്നുന്നേ. എന്തൊരു കഷ്ടമായത്. മുറിച്ചിട്ടോ മുറി ഓടുന്നേനോന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോ വല്ലാത്തൊരു ഗതികേടായിപ്പോയി. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. ഇതോടെ ഗംഗയുടെ ശല്യം തീരുമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചതാ. എന്നിട്ടും ഓള് രക്ഷപ്പെട്ടു. ആയുസിന്റെ ബലമാണ്. അല്ലെങ്കിൽ ഗംഗ ഇന്ന് അവസാനിച്ചേനെ. അവളുടെ സഹായത്തിന് വരാൻ ഗൗരി ഇന്നില്ലായിരുന്നു. എന്നിട്ടും ആ കൃത്യസമയത്ത് മഹി എത്തി അവളെ രക്ഷിച്ചു. എന്റെ മനസ്സ് മടുത്ത ആന്റി. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്തില്ലേ? അതെ, അവളെ ഇവിടുന്ന് ഓടിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്തു. മഹിയും ഗംഗയും തമ്മിൽ അടുക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്തു. എല്ലാ പ്രശ്നങ്ങളെയും ആ ഗംഗ തരണം ചെയ്തു. ഇതൊന്നും സാധാരണക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതെ, ഈ വീട്ടിലെ പ്രേതത്തിന് വരെ അവള് പാട്ടിലാക്കി. സ്വന്തം ഭർത്താവിനെ മറ്റൊരുത്തി വിവാഹം കഴിക്കാൻ ഏതെങ്കിലും പെണ്ണ് കൂട്ടു നിൽക്കോ? ഞാൻ പ്രേതോ പിശാചോ മാടനോ മർദ്ദയോ എന്തായി മാറിയാലും എനിക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ അയാളും മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ചത്തുപോയി കഴിഞ്ഞാലും അയാൾ മാത്രം അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഒരു പ്രേതം ഭർത്താവിനെ കെട്ടിക്കാൻ എന്തൊക്കെ കളി കളിച്ചു. ഞാൻ മഹിയേട്ടിന് വിവാഹം കഴിക്കാതിരിക്കാൻ എന്റെ തലയിൽ തൂണ് വരെ ഇളക്കിയിട്ട് ആ കല്യാണം മണ്ഡപം വരെ കത്തിച്ചില്ലേ? അതൊക്കെ ഗൗരി മാളൂന് വേണ്ടി ചെയ്തതാ. മാളൂന് മഹി ഗംഗയെ വിവാഹം കഴിക്കുന്നതായിരുന്നല്ലോ ഇഷ്ടം. അതാണ് ഗൗരി നീയും മഹിയുമായിട്ടുള്ള വിവാഹം തടഞ്ഞത്. ഗൗരിയുടെ ശല്യം തീർത്തിട്ടും അവളെ തടയാൻ നമ്മൾ വേണ്ടതെല്ലാം ചെയ്തിട്ടും മഹിയുടെ ഗംഗയെ വിവാഹം കഴിച്ചില്ലേ? അത് ഗംഗയുടെ ബുദ്ധിയായിരുന്നു. നമ്മൾ ചിന്തിക്കാത്ത അളവിൽ ഗംഗ മഹിയുടെ മനസ്സിൽ അപ്പോഴേക്ക് സ്ഥാനം പിടിച്ചിരുന്നു. അതുകൊണ്ടല്ലേ നിശ്ചയിച്ച വിവാഹം മാറ്റിവെച്ച് ഗംഗയെ മഹിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അവൻ ജാനകിയമ്മയോട് ആവശ്യപ്പെട്ടത്. ജാനകിയമ്മയും സമ്മതിക്കാതിരുന്നപ്പോ മഹി കിട്ടിയ അവസരം ഉപയോഗിച്ചു. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ നാത്തൂനെ. നമ്മൾ ഇനി ആ പഴയ കാര്യങ്ങൾ പറഞ്ഞ് അതിലെ തെറ്റും ശരിയും ചികഞ്ഞെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്നത്തെ പോലൊരവസരം ഇനി നമുക്ക് കിട്ടാൻ നമ്മൾ ഇനി എത്ര നാള് കാത്തിരിക്കേണ്ടി വരും? ഗൗരിക്ക് ശക്തിയില്ലാത്ത ദിവസമല്ലേ നമുക്ക് ഗംഗ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എന്നാലും ഇന്ന് മഹിയേട്ടൻ വരാൻ ഒരു 5 or 10 മിനിറ്റോ വൈകിയിരുന്നെങ്കിൽ അവളുടെ കഥ കഴിഞ്ഞാന്. ചിലപ്പോ ഗംഗ മരിക്കാതിരുന്നത് നല്ലതിനായിരിക്കും. അതെന്താ താത്തൂനെ അങ്ങനെ പറഞ്ഞേ? നമ്മൾ ഇന്ന് ചെയ്തതിൽ ചില പിഴവുകളുണ്ടായിരുന്നു. എന്ത് പിഴവുകള്? ഗംഗയെ കൊല്ലാൻ ശ്രമിച്ച രീതി തെറ്റായിരുന്നു. അവൾ മരിച്ചിരുന്നെങ്കിൽ ചിലപ്പോ പോലീസ് നമ്മുടെ ഗൂഢാലോചനയും ഈ കൊലപാതകത്തിലെ പങ്കും കണ്ടുപിടിച്ചേനെ. അതെങ്ങനെ കണ്ടെത്തും? ഇതൊരു അപകടമരണമായിട്ടല്ലേ പോലീസ് കരുതും.
വീട്ടിൽ വെച്ച് സംഭവിക്കുന്ന ഇത്തരം അപകടങ്ങൾക്ക് പോലീസുകാര് കാരണങ്ങൾ അന്വേഷിക്കും. ഈ വിവാഹം നടന്നത് എങ്ങനെയാണെന്ന് അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ആരുടെയും സമ്മതമില്ലാതെയാണ് ഈ വിവാഹം നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ തെളിവായി അന്നത്തെ വീഡിയോ പോലും ഉണ്ടാവും. ഇഷ്ടമില്ലാത്ത നവവധുവിനെ ഇല്ലാതാക്കാൻ നമ്മൾ നടത്തിയ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് ഈ അപകടമെന്ന് മാധ്യമങ്ങൾ വാർത്തയാക്കും. അതിനുവേണ്ടി നമ്മുടെ ബിസിനസിന്റെ എതിരാളികൾ തന്നെ ആളെ ഇറക്കാൻ സാധ്യതയുണ്ട്. അത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാൽ പിന്നെ അത് മതി അന്വേഷണം ഉണ്ടാവാൻ. അങ്ങനെ ഒരു അന്വേഷണം വന്നാലും ആ ഇലക്ട്രീഷ്യന്റെ തലയില് കുറ്റെല്ലാം കെട്ടിവെച്ച് നമുക്ക് തലയൂരാവല്ലോ. പോലീസിന്റെ കയ്യിൽ നിന്ന് നല്ല 4 ഇടി കിട്ടുമ്പോ അവൻ സത്യമെല്ലാം വിളിച്ചു പറഞ്ഞ പിന്നെ ബാക്കിയുള്ള നമ്മുടെ ജീവിതം ജയിലിനുള്ളിലായിരിക്കും. അപ്പോ ഗംഗ ഇനി ഒന്നും ചെയ്യണ്ടെന്നാണോ നാത്തും പറയുന്നത്? അല്ല, ഗംഗയെ നമുക്ക് ഇവിടുന്ന് ഓടിക്കണം. അല്ലെങ്കിൽ അവളുടെ ജീവിതം അവസാനിപ്പിക്കണം. പക്ഷേ അതിങ്ങനെയൊന്നും പോരാ. അവളില്ലാതായതിന്റെ പേരിൽ നമ്മളാരും ജയിലിൽ പോവാൻ പാടില്ല. എല്ലാ പഴുതും അടച്ചായിരിക്കണം നമ്മുടെ പ്ലാൻ. ഒരു കാരണവശാലും പിടിക്കപ്പെടരുത്. അതെ, നാത്തും പറഞ്ഞത് വളരെ ശരിയാ. അങ്ങനെ വേണം ചെയ്യാൻ. കണ്ടോടി, നീ മനസ്സിൽ കണ്ടത് നാത്തു മരത്തിൽ കണ്ടത് കണ്ടോ? അവരിത്രയൊക്കെ ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നമ്മളെക്കാളൊക്കെ കാഞ്ഞ ക്രിമിനലാ നാത്തൂൻ. ഗംഗ ഇന്ന് തീർന്നിരുന്നെങ്കിൽ നാത്തൂൻ ആ കുറ്റം നമ്മുടെ തലയിൽ കെട്ടിവെച്ചേനെ. അതെങ്ങനെ? ഇത്രയും ചിന്തിച്ചെടുത്ത നാത്തൂൻ അതിനുള്ള വഴി കണ്ടുവച്ചിട്ടുണ്ടാവില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്നതും സംസാരിച്ചതും രാഹുലായിരുന്നെങ്കിലും എല്ലാം നീ പറഞ്ഞിട്ടാണെന്ന് അവൻ പറയും. രാഹുലിനെ എങ്ങനെയെങ്കിലും നാത്തൂൻ രക്ഷിക്കും. കുറ്റം മുഴുവൻ നമ്മുടെ തലയിൽ വരും. നാത്തൂൻ ഈ രംഗത്തൊന്നും ഉണ്ടാവുക പോലുമില്ല. എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് ഇനി അതോർത്ത് വിഷമിക്കണ്ട. ഇതിന്റെ പേരില് ആ ഗംഗയെ വെറുതെ വിടാനൊന്നും പറ്റില്ല. ആന്റി ലോക്കിട്ടിരിക്കുന്ന ആ 3 മാസത്തിനുള്ളില് അവളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. നീ മടുത്തു, നീ ഇനി ഒന്നിനും ഇല്ല എന്ന് കുറച്ചു മുമ്പ് സംസാരിച്ചതോ? അത് ഞാൻ അപ്പോഴത്തെ സങ്കടത്തിന് പറഞ്ഞതാ. ഗംഗ ഇവിടുന്ന് ഓടിച്ച് മഹിയേട്ടനെ സ്വന്തമാക്കാന്നുള്ളത് എന്റെ ജീവിത ലക്ഷ്യമാണ്. അല്ലാതെ എനിക്കിനി മറ്റൊരു ജീവിതമുണ്ടോ? അമ്മ എന്തോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ. അത് ശരിയാ, പക്ഷേ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? കുത്തിയിരുന്ന് ആലോചിക്കണം. ഒരുത്തനും ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ കുബുദ്ധികളും കുതന്ത്രങ്ങളും ഉണ്ടാക്കണം. എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് ഓടിക്കണം. എന്നിട്ടെനിക്ക് മഹിയേട്ടനെ സ്വന്തമാക്കണം. ഈ കൈലാസം സ്വന്തമാക്കണം. ഈ സ്വത്തുക്കളും സുഖങ്ങളും സൗകര്യങ്ങളും ആസ്വദിച്ച് ഇനിയുള്ള കാലം സുഖിച്ച് ജീവിക്കണം. ഗംഗേ, നീ എന്നോട് ക്ഷമിക്കണം. ഇന്ന് ഞാൻ മരിച്ച നാളാ. ഈ ദിവസം ശക്തിയെല്ലാം നഷ്ടപ്പെട്ട് എനിക്കൊന്നും ചെയ്യാനാവില്ല. ആ നക്ഷത്ര സമയം കഴിഞ്ഞതുകൊണ്ടാ
എനിക്കിപ്പോ ഇങ്ങോട്ട് വരാൻ പോലും പറ്റിയത്. നിനക്കെന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു മനസ്സിലായപ്പോ മുതല് ഞാൻ വരാനും രക്ഷിക്കാനും ശ്രമിച്ചതാ. പക്ഷെ എനിക്കതിനായില്ല ഗംഗെ. ഗംഗേ, ഭഗവാനെ, ശ്രീ മഹേശ്വര, ആരോ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയല്ലോ. ഞാൻ സ്വപ്നം കണ്ടതാണോ അതോ എനിക്ക് വെറുതെ തോന്നിയതാണോ? ഗംഗേ, ആരത്? ആരാ? ഞാൻ പറയുന്നത് ഗംഗയ്ക്ക് കേൾക്കാമോ? ഗംഗേ, ഇതെന്റെ തോന്നലല്ല, സ്വപ്നമല്ല. ആരോ ശരിക്കും എന്നെ വിളിക്കുന്നുണ്ട്. ആരാ? ആരാത്? ഞാൻ പറയുന്നത് ഗംഗയ്ക്ക് കേൾക്കാമോ? കേൾക്കാം. ആരാ? എനിക്കാരെ കാണാൻ പറ്റുന്നില്ലല്ലോ. ഗംഗേ, നീ പേടിക്കണ്ട, ഇത് ഞാനാ. മഹേട്ടാ, മഹേട്ടാ. ഗംഗേ, ഗംഗേ പേടിക്കണ്ട, ഇത് ഞാനാ. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. മഹേട്ടാ, മഹേട്ടാ, മഹേട്ടാ. എന്താ ഗംഗ? മഹേട്ടാ, മുറിയില് ആരോ എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നി. ആര്? അതറിയില്ല. ഗംഗെ ഗംഗെന്ന് വിളിക്കുന്നു. അത് ഷോക്ക് ഏറ്റപ്പോ ഗംഗ ഭയന്നില്ലേ? അതിന്റെ എന്തെങ്കിലും തോന്നലാവും. ചെവിയിൽ ഒരു മൂളലുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ആരെങ്കിലും സംസാരിക്കുന്ന പോലെ ഗംഗയ്ക്ക് തോന്നിയതാവും. അല്ല മഹേട്ടാ, ഞാൻ ശരിക്കും കേട്ടതായിരുന്നു. ഞാൻ പേടിച്ചുപോയി. ഗംഗയ്ക്ക് അവിടെ കിടക്കാൻ പേടിയുണ്ടെങ്കിൽ ഇവിടെ കിടക്കാം. അത് വേണ്ട. മാളു ഒറ്റയ്ക്കാ. അവിടെ ആരോ ഉള്ളതുപോലൊരു തോന്നല്. ശരി, എങ്കിൽ വരൂ, ഞാൻ നിങ്ങൾക്ക് കൂട്ടിയിരിക്കാം. എന്നെ ഉറങ്ങിയിട്ട് ഞാൻ തിരിച്ചു വന്നോളാം. വരൂ. കിടന്നോളൂ. പേടിക്കണ്ട, കിടന്നോ. കിടന്നോളൂ, ഞാനിവിടെ ഇരിക്കാം.
എന്നെ കാണാൻ സാധിക്കാത്തതുകൊണ്ടാ ഗംഗ ഇങ്ങനെ ഭയക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഗംഗയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മഹിയേട്ടനും അത് കേൾക്കാൻ സാധിക്കുമോ? ഗംഗേ, മഹേട്ടാ, ആ ശബ്ദം കേട്ടോ? ഇപ്പൊ എന്നെ ഗംഗയെന്ന് വിളിച്ചു. ഇല്ല, ഞാനൊന്നും കേട്ടില്ല. ഗംഗേ, അയ്യോ, ഇപ്പോഴും വിളിച്ചു. ഇല്ല ഗംഗേ, ആരും വിളിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വിളിച്ചാ ഞാനും കേൾക്കേണ്ടതല്ലേ? ഗംഗയ്ക്ക് തോന്നുന്നതാ. ആ ഷോക്കേറ്റതിന്റെ ആയിരിക്കും. നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ എല്ലാം മാറിക്കോളും. അപ്പൊ ഞാൻ പറയുന്നത് ഗംഗയ്ക്ക് മാത്രമേ കേൾക്കാൻ സാധിക്കുന്നുള്ളൂ, മഹിയേട്ടന് കേൾക്കാൻ പറ്റുന്നില്ല. ഉറങ്ങിക്കോളൂ.